പരോളിലിറങ്ങിയ കൊലക്കേസ് പ്രതി അയൽവാസിയെയും അമ്മയെയും പട്ടാപ്പകൽ വെട്ടിക്കൊന്നത് നാടിന് തീരാ നോവായി. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ബോയിൻ കോളനിയിലെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെയാണ് പ്രതിയായ ചെന്താമര ക്രൂരമായി കൊന്നത്. ഇന്നലെ രാവിലെ 9:15 അരും കൊല. വ്യക്തിവൈരാഗ്യമായിരുന്നു കാരണം. ഇന്നലെ ക്ഷേമനിധി ഓഫീസിൽ പോകാൻ വീട്ടിൽ നിന്ന് സ്കൂട്ടർ എടുത്തിറങ്ങിയ സുധാകരനെ ചെന്താമര തടയുകയായിരുന്നു. തുടർന്ന് വടിയിൽ കോർത്ത വെട്ടുകത്തിക്ക് വെട്ടി. തലയ്ക്കും വയറിനും കാലിനും ആഴത്തിലുള്ള വെട്ടേറ്റ സുധാകരൻ തൽക്ഷണം മരിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും പ്രതി നിരവധി തവണ വെട്ടി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ലക്ഷ്മി മരിച്ചത്. 5 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊന്നിരുന്നു. ഈ കേസിൽ 3 മാസം മുമ്പാണ് പരോളിൽ ഇറങ്ങിയത്. ആലത്തൂർ ഡിവൈഎസ്പി എൽ മുരളീധരൻ, നെന്മാറ SHO മഹേന്ദ്രൻ സിംഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ 7 പേരടങ്ങുന്ന 4 സംഘങ്ങളാണ് തെരച്ചിൽ നടത്തുന്നത്. മണം പിടിച്ച പോലീസ് നായ 200 മീറ്റർ അകലെയുള്ള ചെന്താമരയുടെ തറവാട്ടിലേക്കാണ് പോയത്. പ്രതി സമീപത്തെ മലയിലുണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് ഇന്നലെ വൈകിട്ട് 5 വരെ ഡ്രോൺ പരിശോധന നടത്തിയിരുന്നു. തുടർന്നാണ് പ്രതിയുടെ സഹോദരനെയും കൊണ്ട് പോലീസ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് പോയത്. സുധാകരന്റെ മക്കൾ അതുല്യ, അഖില എന്നിവരാണ്. ലോറി ഡ്രൈവറായിരുന്നു ചെന്താമര. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയും മകളും വർഷങ്ങളായി ഇയാളിൽ നിന്ന് അകന്നു കഴിയുകയാണ്. ഭാര്യയും മകളും അകലാനുള്ള കാരണം അയൽവാസിയായ നീളൻപൊടിയുള്ള സ്ത്രീയാണെന്ന് ചെന്താമരയുടെ ജോത്സ്യൻ പറഞ്ഞിരുന്നു. അത് സുധാകരന്റെ ഭാര്യ സജിതയാണെന്ന് ധരിച്ചാണ് 2019 അവരെ വകവരുത്തിയത്. ചെന്താമരയിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് കാണിച്ച് ഡിസംബർ 29 സുധാകരന്റെ കുടുംബം പരാതി നൽകിയിരുന്നു. പോലീസ് ചെന്താമരയെ വിളിപ്പിച്ച് താക്കീത് ചെയ്തു വിടുകയായിരുന്നു.